കഴിഞ്ഞ ദിവസം ലെബനനിൽ നേർക്ക് ശക്തമായ വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ കൊലപ്പെടുത്തിയ തൊട്ടു പിന്നാലെ ഇപ്പോൾ വരുന്ന വാർത്ത ഗസയിൽ ഈ IDF അതായത് ഇസ്രായേലിൻ്റെ സേന ഹമാസിൻ്റെ മിലിറ്ററി കമാൻഡറെ കൊലപ്പെടുത്തിയെന്നുള്ള വാർത്തയാണ്. പ്രധാനപ്പെട്ട ഒരു കമാൻഡറായ മുഹമ്മദ് മൻസൂറിനെയും സംഘത്തെയുമാണ് കൊലപ്പെടുത്തിയത്. ഇതിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്നും IDF പറയുന്നു. ഈ മരിച്ചവരിലേറെയും ഭീകരരായിരുന്നു. ഇവർ ഒരു യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വ്യോമാക്രമണം നടന്നത്. ഗസയിൽ മാത്രം 20 ആക്രമണങ്ങളാണ് ഇതുവരെ ഇസ്രായേൽ നടത്തിയതെന്നും IDF വിവരിക്കുന്നു. ഏതായാലും ഭീകരർ ഇപ്പോൾ നെട്ടോട്ടമോടുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഗസയിലായാലും ഒപ്പം തന്നെ ലബനനിലായാലും ഒക്കെ. ഹിസ്ബുള്ളയെ തലങ്ങും വിലങ്ങും വ്യോമാക്രമണത്തിലൂടെ തകർക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ വധിക്കുന്ന ഒരു രീതിയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. അതായത് ഒരു യുദ്ധം, പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.